എൻ്റെ പ്രിയപ്പെട്ട കഥാപ്രസംഗ ആസ്വാദകരെ, ഞാനൊരു പുതിയ കഥ പറയുകയാണ്. കഥാപ്രസംഗ വേദിയിൽ ഇന്നുവരെ ആരും പറയാത്തൊരു കഥ. ഒരു മഹായുഗത്തിൻ്റെ ദുരന്ത നാടകം. പരിപാവനമായ സത്യസനാതന ധർമ്മം നികൃഷ്ടമായ സ്വാർത്ഥതയും ചതിയുമായി ഏറ്റുമുട്ടുമ്പോൾ ഈ കഥയിലെ പെണ്ണൊരുത്തി മുടിയഴിച്ചിട്ട് പ്രതികാരം ചെയ്യാൻ മഹാഭാരതത്തിലെ ദ്രൗപദിയല്ല, സർവം സഹയെപ്പോലെ ഭൂമി പിളർന്നു താഴാൻ രാമായണത്തിലെ സീതയുമല്ല. കൊടും ചതിയുടെ അഗ്നിച്ചിതയിലകപ്പെട്ട് അവളുടെ മനസ്സൊരഗ്നിഗോളമായി ഉരുകി പൊട്ടിച്ചിതറുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ദൈവങ്ങൾ പോലും അവിടെ പകച്ചു നിൽക്കുന്നു. ദൈവങ്ങളോടൊരു ചോദ്യം: ഇവൾ ശരിയോ തെറ്റോ? ജനഹൃദയങ്ങളുടെ അകത്തളങ്ങളിലേക്ക് കൊച്ചിൻ അജിത്തും സംഘവും ഈ വർഷം വേദികളിൽ അവതരിപ്പിച്ചു തുടങ്ങുന്നു ഇവൻ ശംഖുചൂടൻ. മേഘവൃന്ദങ്ങളെ കീറിമുറിച്ചുകൊണ്ട് ദേവേന്ദ്രൻ്റെ വാഹനമായ ഐരാവതം ഭൂമി ലക്ഷ്യം വെച്ച് പാഞ്ഞു വരുന്നു. ഏത് ലോകത്തും സഞ്ചരിക്കാൻ കഴിയുള്ള ഐരാവതം, ഏത് പ്രകൃതിക്ഷോഭത്തിലും അനായാസം സഞ്ചരിക്കാൻ കഴിയുള്ള ഐരാവതം ഭൂമിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കുതിക്കുന്നത്. അതിൽ നിന്നും അഹംഭാവത്തിൻ്റെ ജൽപ്പനങ്ങൾ: ഞാൻ ദേവേന്ദ്രൻ, ഈ 14 ലോകത്തിൻ്റെയും അധിപൻ, എനിക്കുമേൽ ആരാണുള്ളത്? ആരുമില്ല. ആരും ഈ അധികാരക്കസയിലിരിക്കാൻ ഞാൻ അനുവദിക്കില്ല. കാരണം അധികാരം അതനുഭൂതിയാണ്. അത് തലമുറ കൈമാറാൻ, നിലനിർത്താൻ ഞാൻ എന്തും ചെയ്യും, എന്തും. ആ ഐരാവതം താഴ്ന്നു വന്ന് ഗംഗാനദിക്കരയിൽ വന്നു നിന്നു. അതിൽ നിന്നും ദേവേന്ദ്രനും ദേവേന്ദ്ര പത്നിയും ഭൂമിയിലേക്ക് പാദമുന്നിയതും: അരുത് ദേവേന്ദ്ര,